തൃശൂർ ആനക്കല്ലിൽ യുവതിയെ ഭർത്താവ് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. പൂങ്കുന്നത്തെ എയർ കണ്ടീഷൻ സർവീസ് സെന്ററിലെ ജീവനക്കാരിയായ ഉണ്ണിമായയെ ഭർത്താവ് ശിവപ്രസാദ് കൊലപ്പെടുത്തിയത് കടുത്ത സംശയരോഗം മൂലമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരുമെങ്കിലും ശിവപ്രസാദിന്റെ സംശയരോഗവും പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനവും കുടുംബജീവിതം തകർക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 8:30-ഓടെയാണ് കൊലപാതകം നടന്നത്. ഉണ്ണിമായ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ ശിവപ്രസാദുമായി വാക്കുതർക്കമുണ്ടായി. തർക്കം രൂക്ഷമായതോടെ ശിവപ്രസാദ് ഉണ്ണിമായെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വീടിന്റെ മുകളിലത്തെ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷം താഴെ എത്തിയ ശിവപ്രസാദ് താൻ ഉണ്ണിമായെ കൊന്നുവെന്ന് സ്വന്തം അമ്മയോട് വിളിച്ചു പറയുകയായിരുന്നു. മാതാവിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ നിർമ്മാണ തൊഴിലാളികളെ ശിവപ്രസാദ് വീട്ടിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചു. എന്നാൽ നാട്ടുകാർ ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് മാർക്കറ്റിലെ തൊഴിലാളിയായ ശിവപ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3.5 വയസ്സുകാരിയായ ഏകമകൾ നൈറ ഏതാനും ദിവസങ്ങളായി ഉണ്ണിമായയുടെ വീട്ടിലായിരുന്നതിനാൽ കുട്ടി ക്രൂരകൃത്യത്തിന് സാക്ഷിയായില്ല. ശിവപ്രസാദ് മുൻപും ഉണ്ണിമായയെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു. 6 മാസം മുൻപും ഇയാൾ ഉണ്ണിമായയുടെ കഴുത്ത് ഞെരിച്ചിരുന്നു. അന്ന് പരിക്കേറ്റ ഉണ്ണിമായ ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു. ഉണ്ണിമായയുടെ ഫോൺ ഇയാൾ സ്ഥിരമായി പരിശോധിക്കാറുണ്ടായിരുന്നു. സംശയം കാരണം അടുത്തിടെ ഫോൺ വാങ്ങിവെക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അമ്മയുടെ ഫോണാണ് ഉണ്ണിമായ ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ വിഷുവിന് ഇരുവരും വീട്ടിലെത്തിയപ്പോൾ ഇത്രയും ക്രൂരമായൊരു പ്രവൃത്തിക്ക് ശിവപ്രസാദ് മുതിരുമെന്ന് കരുതിയിരുന്നില്ലെന്ന് ഉണ്ണിമായയുടെ പിതാവ് ജയൻ പറഞ്ഞു. 7 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ആദ്യകാലങ്ങളിൽ പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിലും പിന്നീട് സംശയരോഗം ശിവപ്രസാദിനെ കീഴ്പ്പെടുത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. കടുത്ത മാനസിക പീഡനമാണ് ഉണ്ണിമായ അനുഭവിച്ചിരുന്നതെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നു.